കേരള കർഷക സംഘം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഉദുമ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉദുമയിൽ കർഷക സംഘം സെമിനാർ സംഘടിപ്പിച്ചു. പ്രമുഖ ചിന്തകനും എഴുത്തുകാരനുമായ കെ.ടി. കുഞ്ഞിക്കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ഇന്ത്യ ഏറ്റവും വലിയ കർഷക ആത്മഹത്യാ രാജ്യമായി ഇന്ന് മാറിയിരിക്കുകയാണെന്ന് പ്രമുഖ ചിന്തകനും എഴുത്തുകാരനുമായ കെ.ടി. കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. ആഗസ്റ്റ് 12, 13 തീയതികളിൽ ചെറുവത്തൂരിൽ നടക്കുന്ന കേരള കർഷക സംഘം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഉദുമ ഏരിയ കമ്മിറ്റി ഉദുമയിൽ സംഘടിപ്പിച്ച സെമിനാറിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഓരോ അരമണിക്കൂറിലും രാജ്യത്ത് ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കൃഷിക്ക് സബ്സിഡിയോ വളമോ മറ്റു സൗകര്യങ്ങളോ നൽകാതെ കൃഷി ഉപേക്ഷിക്കുന്നവർക്ക് റിട്ടയർമെന്റ് ആനുകൂല്യം നൽകുമെന്ന് പറയുന്നു. ഇതുവഴി കൃഷിയിടങ്ങളെല്ലാം ഏറ്റെടുത്ത് വൻകിട കുത്തകകൾക്ക് പാട്ടവ്യവസ്ഥയിൽ ഏൽപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇന്ത്യയിലുടനീളം ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർഷകരെ അവരുടെ പരമ്പരാഗതമായ ഭൂമിയിൽ നിന്ന്, ഉൽപാദന ഉപാധികളിൽ നിന്ന് പിന്തള്ളുകയാണ് ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം, നമ്മുടെ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വ്യവസായികൾക്കല്ല. പക്ഷെ നെഹ്റു 2ാം പഞ്ചവത്സര പദ്ധതിയാകുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭക്ഷണമാണ്, ഫുഡ് സെക്യൂരിറ്റി. അമേരിക്കൻ കരാറുകളുമായി ഇന്ത്യക്ക് ഭക്ഷണം കിട്ടാൻ തുറമുഖങ്ങളിൽ കപ്പൽ വരുന്നത് കാത്തു കിടന്നിരുന്ന ഒരു കാലം അവസാനിപ്പിക്കണം. ഭക്ഷണ സ്വയം പര്യാപ്തത ഉണ്ടാവണം. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ പഞ്ചവത്സര പദ്ധതികളിൽ കൃഷിക്ക് വലിയ ഊന്നൽ കൊടുത്തത്. ഛത്തീസ്ഗഡിൽ നെൽകൃഷി ഉപേക്ഷിച്ച ലക്ഷക്കണക്കിന് ഏക്കർ കൃഷിയിടങ്ങളിൽ അമേരിക്കൻ സോയാബീൻ അസോസിയേഷൻ സോയാബീൻ അഗ്രി ബിസിനസ് പാടമാക്കി മാറ്റി. സാധാരണ കർഷകരെ സർഫാസി നിയമം ഉപയോഗിച്ച് ജപ്തി ചെയ്ത് ആത്മഹത്യയിലേക്ക് എത്തിക്കുകയാണെന്നും കെ.ടി. കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. ഏരിയ പ്രസിഡന്റ് കെ.വി. ഭാസ്കരൻ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് കെ. കുഞ്ഞിരാമൻ, കെ. മണികണ്ഠൻ, CPIM ഉദുമ ഏരിയ സെക്രട്ടറി മധു മുതിയക്കാൽ, എ. രവീന്ദ്രൻ, കുന്നൂച്ചി കുഞ്ഞിരാമൻ, പി.വി. രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി ഇ. കുഞ്ഞിക്കണ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.